aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. യേശു പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാമത് വചനം. ജീവിതത്തിൽ നാം പലരെയും കണ്ടെത്താറുണ്ട്. അവരുടെ മുഖങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അധിക നാൾ തങ്ങി നിൽക്കില്ല. എന്നാൽ യേശുവിനെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ ശ്രമിക്കാറുണ്ടോ? കണ്ടെത്തിയാൽ യേശു പിരിയാതെ എന്നും നമ്മോടുകൂടെ വസിക്കും. ദൈവം മനുഷ്യരുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ തിരുസാന്നിധ്യം നമ്മോടുകൂടെ പോരുവാൻ മോശ ആഗ്രഹിച്ചതുപോലെ നാമും ആഗ്രഹിക്കണം. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യരോടുകൂടെ നടന്നു. കാരണം അവരുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരുന്നു. അതിനാൽ ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചറിഞ്ഞു. ഇസ്രായേൽ ജനം യഹോവയെ ജാഗ്രതയോടെ അന്വേഷിച്ചപ്പോൾ അവരുടെ ഇടയിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. ദൈവ സാന്നിധ്യം സമാഗമന കൂടാരത്തിൽ വസിച്ചു. മനുഷ്യർ ദൈവവുമായി ഒന്നിക്കുവാൻ ദൈവം മനുഷ്യർക്ക് ന്യായപ്രമാണങ്ങളെ നൽകി, പുരോഹിതന്മാരെയും നൽകി, രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും നൽകി. എന്നാൽ മനുഷ്യർ ദൈവത്തോടുകൂടെ വസിച്ചില്ല. നിത്യ നരകത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിപ്പാനായി ദൈവം ഒരു രക്ഷാകരമായ പദ്ധതിക്ക് തുടക്കമിട്ടു. കാരണം ദൈവം ഒരു കൂടാരത്തിലോ കെട്ടിടത്തിലോ ഒതുങ്ങിയിരുന്നില്ല. അവൻ ലോകത്തിലുള്ള സകല ജനതകൾക്കും സന്തോഷം നൽകുവാൻ ആഗ്രഹിച്ചു. സർവജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷമായി യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യരുടെ യാഗങ്ങളിൽ ദൈവം പ്രസാദിച്ചില്ല. മരവും കല്ലും കൊണ്ടല്ല, മാംസവും രക്തവും കൊണ്ടുള്ള ഒരു ആലയം ദൈവം പണിതു. ശ്രേഷ്ഠ പുരോഹിതനായ യേശു തന്നെ മനുഷ്യകുലത്തിന് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടു. അങ്ങനെ നമ്മുടെ പാപത്തെ ദൈവം മായ്ച്ചു കളഞ്ഞു. ഹൃദയങ്ങളെ ദൈവത്തിന് വസിക്കുവാനുള്ള വിശുദ്ധ ആലയങ്ങളാക്കി ദൈവം മാറ്റിയെടുത്തു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ. 1 കൊരിന്ത്യർ 3:16-17 വചനങ്ങൾ. ഈ മന്ദിരത്തെ അടിച്ചുവാരി മാലിന്യങ്ങളെ നീക്കി വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്. എങ്കിൽ മാത്രമേ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് നാം ആകുന്ന ദൈവമന്ദിരത്തിൽ വസിക്കുന്നു. ഈ ആത്മാവ് നമ്മുടെ അശുദ്ധി മൂലം ഇറങ്ങിപ്പോകുവാൻ ഇടവരരുത്. ദൈവം നമ്മുടെ ശരീരത്തെ വലിയ വില കൊടുത്താണ് സ്വന്തമാക്കിയത്. അതിനാൽ ഈ ശരീരത്തെ അശുദ്ധിയുടെ ആയുധങ്ങളാക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. 1 കൊരിന്ത്യർ 6:19-20 വചനങ്ങൾ. ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തെ സ്വന്തമാക്കുവാനും എവിടെയും ഓടി നടക്കേണ്ട. അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ സമീപസ്ഥനാണ്. ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്തും. ഹൃദയ കവാടം പലരും പാപങ്ങളാൽ ബന്ധിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് യേശുവിനെ അകത്തേക്ക് കയറാൻ സാധിക്കാതെ നാം ഹൃദയം തുറന്നു കൊടുക്കുന്ന നിമിഷത്തിനായി ദൈവം കാത്തിരിക്കുകയാണ്. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ
ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടുകൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. വെളിപ്പാട് പുസ്തകം 3:19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.